ഹലോ എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ചേട്ടൻ്റെ അമ്മ പെട്ടെന്ന് മരണപ്പെട്ടു. അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. ഇപ്പം എല്ലാ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. ഒന്നുമല്ല, എൻ്റെ തോട്ടത്തിൻ്റെ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്, സെറ്റിങ്സൊക്കെ. അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അതൊന്ന് നമുക്ക് എങ്ങനെയെന്നൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ആദ്യത്തെ അത്ര ഭംഗിയൊന്നുമില്ല ഇപ്പോൾ. ആദ്യം എന്ന് പറയുന്നത് തോട്ടം നമ്മുടെ ഗേറ്റിൻ്റെ പുറത്ത് ബസ്സിൽ പോണവരായാലും അതിൽ നടന്നു പോണവരായാലും അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു. ആ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു. ഇത് ഞാൻ ആദ്യം താമര സെറ്റ് ചെയ്തിരുന്നതാണ് കേട്ടോ. മുൻപത്തെ വീഡിയോ ആണിത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലുള്ള സ്ഥലത്തായിരുന്നു എൻ്റെ താമരകളൊക്കെ ഞാൻ വെച്ചിരുന്നത്. ഒന്നിച്ചിരിക്കുന്ന ഭംഗി നമ്മൾ അത് മാറ്റി വെച്ച് 2-3 സ്ഥലത്തൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ ഇത്രയ്ക്ക് ഭംഗി കിട്ടൂല. അതാണ് ഇപ്പോൾ ഈ കാണുന്ന ഭംഗിയൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ താമരകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാകുമ്പോൾ ഇങ്ങനെ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒന്നിച്ച് ഈ 19 ടബിൽ താമര ഇരിക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു ദൂരെ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച. ഇവിടെ പിന്നെ ഷെയ്ഡൊന്നുമില്ല. താമരയ്ക്ക് ഏറ്റവും വേണ്ടത്, അത്യാവശ്യമായിട്ട് വേണ്ടത് നല്ല വെയിലാണ്. നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ പൂക്കൾ ഒരുപാട് വരുള്ളൂ. അപ്പം ഞാനിവിടെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നല്ല വെയിലുള്ള സ്ഥലമായതുകൊണ്ടാണ് ഇതുപോലെ താമരയിൽ ഇങ്ങനെ പൂക്കളുണ്ടായി നിൽക്കുന്നത്. ഇപ്പം ഈ കാണുന്ന താമരയുടെ ടബൊക്കെ ഞാൻ 2-3 സ്ഥലത്തായിട്ടാണ് ഇപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് മാറ്റി വയ്ക്കാൻ കുറേ ബുദ്ധിമുട്ടി. ഇതിൽ മുഴുവൻ ചെറിയ ചെറിയ ഗപ്പികൾ ഇട്ട് വെച്ചിട്ടുണ്ട് കൊതുക് നിറയാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ വെള്ളം ചരിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മീനുകളൊക്കെ പോവും. വെള്ളം ചരിക്കാണ്ട് പതുക്കെ ഇത് പൊക്കി ഒരു വിധത്തിലാണ് മാറ്റി സെറ്റ് ചെയ്തിട്ടുള്ളത്. താമര ഉണ്ടായ സ്ഥലത്താണ് ഇപ്പം നമ്മൾ ഈ പുതിയൊരു കാർ പോർച്ച് പണിതിട്ടുള്ളത്. കാർ പോർച്ച് പണിയാൻ വേണ്ടിയിട്ടാണ് അവിടെ താമരയൊക്കെ മാറ്റി അവിടെ സ്ഥലം ഒഴിവാക്കി കൊടുത്തത് ഞാൻ. ഇപ്പം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇത് വെയിലൊന്നും തീരില്ല, ഭയങ്കര ഷെയ്ഡായി, ഇരുട്ടായ പോലെയായി ആ ഭാഗം. ഇത് കാർ പോർച്ച് വന്നു കഴിഞ്ഞപ്പോഴേ കണ്ട ഭയങ്കര ഇരുട്ടായി. അല്ലെങ്കിൽ അവിടെ നല്ല വെയിലുള്ള ഒരു സ്ഥലവും കൂടിയായിരുന്നു ആ ഭാഗം. അപ്പോൾ വെയിൽ പോയി കിട്ടി, ആകെ ഇരുണ്ടു മുറ്റൊക്കെ. ഇപ്പോൾ നമ്മുടെ ചെറിയ കാറായിരുന്നു മാരുതിയുടെ. അപ്പോൾ അത് നമുക്ക് വീടിൻ്റെ പോർച്ചിലിടാൻ പറ്റിയിരുന്നു. ഇപ്പോൾ എന്ന് പറയുന്നത് ഈ വണ്ടി വാങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് വീടിൻ്റെ പോർച്ച് സെൻറ്ററിൽ തന്നെ വരുന്നതുകൊണ്ട് ഈ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വഴി ബ്ലോക്കാവും. നമുക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ കിടക്കാനോ നമുക്ക് ഇറങ്ങാനോ പുറത്തേക്കൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പോർച്ച് ഉണ്ടാക്കേണ്ടി വന്നത്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെടികൾ വെക്കാൻ സ്ഥലമില്ലാണ്ടായി. അതാണ് ഇപ്പം പറ്റിപ്പോയത്. അല്ലെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലമാണ്. ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് ഈ അറ്റം വരെ ഫുള്ള് താമരകളായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു താമരപ്പാടം പോലെ ഉണ്ടായിരുന്നു. അത് ബസ്സിൽ പോണവർക്കായാലും ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരറ്റം വരെ നമ്മുടെ താമരപ്പൂക്കൾ നിൽക്കുന്നത് കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കും കുറേ വിഷമമുണ്ട്. എൻ്റെ ചെടികളൊക്കെ സെറ്റിങ്സ് മാറ്റി കഴിഞ്ഞപ്പോൾ ഭംഗി പോയപ്പോഴേ വേറെ ഒരു സൊല്യൂഷനും ഇല്ല നമുക്ക്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ താമര ഇപ്പോൾ എങ്ങനെ വെച്ചിരിക്കണേന്നൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. വലിയ ഭംഗിയൊന്നുമില്ല. അതിന് ഇത്രയധികം 50 ചട്ടിയോളം ഉണ്ടായിരുന്നു ഇവിടെ, ബേസണോളം താമര ഉണ്ടായിരുന്നു, അമ്പലമൊക്കെ കൂടിയിട്ട്. അതിപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 2 സൈഡിലേക്കായിട്ടാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് ഈ സൈഡിലും കൂടുതൽ ആ ഭാഗത്തുനിന്ന് വെച്ചിട്ട്. ആ ഭാഗത്ത് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ താമരപ്പൂക്കളൊന്നും ആരും കാണൂല. ഇവിടെ വരുന്ന ഗസ്റ്റ് മാത്രമേ കാണുള്ളൂ താമരപ്പൂക്കൾ. വണ്ടി പോകണോണ്ടേ ഭയങ്കര ശബ്ദം. അപ്പം താമരപ്പൂക്കൾ നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് മാത്രമേ കാണാൻ പറ്റൂ. ആദ്യം അങ്ങനെയല്ലായിരുന്നത്. റോട്ടിൽ കൂടെ പോണ എല്ലാവർക്കും നമ്മുടെ താമരപ്പൂക്കൾ താമരേനെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് ദേ ഇവിടേക്കിന്. നല്ല മഴ വന്നു വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കണ്ട താമരേനെ സ്പ്ലിറ്റ് ചെയ്ത് കുറച്ച് ഭാഗം ഇപ്പുറത്തേക്കും വെച്ചു. ഈ ഭാഗത്തേക്ക് വെച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭംഗി പോയി. ഈ പൂക്കളൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റൂല പുറത്തു നിന്നിട്ടേ. ഇവിടെ വന്നാൽ മാത്രമേ ഇതൊക്കെ കാണുള്ളൂ. പൂക്കളുണ്ട്,
കുറച്ച് ഈ നായ്ക്കൂടിൻ്റെ ആ ഭാഗത്തായി വെച്ചെടുത്തു. സ്ഥലമില്ല വെക്കാനായിട്ടേ. അതുകൊണ്ട് ദേ ഇവിടെയൊക്കെ ആമ്പലൊക്കെ ദേ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ട താമര, നല്ല മഴ. ബാക്കി കുറച്ച് താമര ഇനി ഗേറ്റിൻ്റെ ഇവിടെ ഈ സൈഡിൽ നമ്മൾ വെച്ചെടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് ടബുകൾ മാത്രം ഇവിടെ വെച്ചിട്ടുള്ള. വെക്കാൻ സ്ഥലമില്ല ഇവിടെ. നമ്മൾ താമരയുടെ ടബ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി തിരിക്കാനും എടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് കുറച്ച് താമര മാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം അപ്പുറത്തേക്ക് മാറ്റി. ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡൈഫൻ ബാഞ്ചിയാര എൻ്റെ ചാനലിൽ ഇത് കാണും. ഞാൻ ഡൈഫൻ ബാഞ്ചിയാര വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്ക് കേട്ടോ. ഇലച്ചെടി ആയാലും എന്താ ഭംഗി നോക്കിയാൽ ഇതൊക്കെ കാണാനായിട്ട്. ഇതിപ്പോൾ ഞാൻ കാർ പോർച്ചിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഡൈഫൻ ബാഞ്ചീന്. ഇലച്ചെടീന് നല്ല ഭംഗിയിൽ എപ്പോഴും നിൽക്കുക. പൂച്ചെടി ആകുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഭംഗി പോകും. ഇതെന്ന് പറയുന്നത് എപ്പോഴും ഒരേപോലത്തെ ഭംഗിയിൽ നിൽക്കും. ഇതിന് പിന്നെ അധികം വെയിൽ വേണ്ട. ഷെയ്ഡായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല ഭംഗി, നല്ല പച്ചപ്പിലാണ് നിൽക്കുന്നത്. കണ്ട ഇതിൻ്റെ ഡിസൈനൊക്കെ മുസൈക്ക് പോലത്തെ ഡിസൈനൊക്കെ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ ആ വീഡിയോയിൽ പോയി ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ മനസ്സിലാവും. ഡൈഫൻ ബാഞ്ചിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ അത് പോയി ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് നമുക്ക് കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ ബൈ.